ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീധരീയം ഭാഗവത പഠന സത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഭാഗവത പാഠം 18, ഭാഗവത മഹാത്മ്യത്തിലെ 36, 37 ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കാം. അട്ടശൂലാ ജനപദാഃ ശിവശൂലാ ദ്വിജാതയ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലാവിഹ. അട്ടശൂലാ ജനപദാഃ ശിവശൂലാ ദ്വിജാതയ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലാവിഹ. ഏവം പശ്യൻ കലേർദോഷാൻ പര്യടന്നവനീമഹം യാമുനം തടമാപന്നോ യത്ര ലീലാ ഹരേരഭൂൽ. ഏവം പശ്യൻ കലേർദോഷാൻ പര്യടന്നവനീമഹം യാമുനം തടമാപന്നോ യത്ര ലീലാ ഹരേരഭൂൽ. ഈ 2 ശ്ലോകങ്ങളുടെ പദങ്ങളും അർത്ഥങ്ങളും ഭാവവും ഒന്ന് ചിന്തിക്കാം. അട്ടശൂലാ ജനപദാഃ ശിവശൂലാ ദ്വിജാതയ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലാവിഹ. അട്ടശൂലാഃ, അട്ടം എന്ന് പറഞ്ഞാൽ അന്നം, ആഹാരം, അന്നം എന്നർത്ഥം. ശൂലം എന്ന് പറഞ്ഞാൽ വിക്രയം, അതായത് വിൽക്കുക. അട്ടശൂലാ ജനപദാഃ,
അന്നം ദാനം ചെയ്യേണ്ടവര്, അന്നദാനം ചെയ്യേണ്ടവര്, അതായത് പാവങ്ങൾക്ക്, കഴിവില്ലാത്തവർക്ക്, ആഹാരം കഴിക്കാൻ വഴിയില്ലാത്തവർക്ക്, നിർധനന്മാരായിട്ടുള്ളവർക്ക്, ദരിദ്രന്മാർക്ക് ഒക്കെ തന്നെ അന്നം ദാനം ചെയ്യുക. അതാണ് അട്ടശൂലാഹ ജനപദാഹ, ജനങ്ങൾക്ക്. ശിവശൂലാഹ, ശിവശൂലാഹ എന്ന് പറയുമ്പോൾ ഇവിടെ ശിവം എന്ന് പറഞ്ഞാൽ വേദം എന്നാണ് അർത്ഥം. ഇവിടെ എന്താണ്? ശിവം, വേദം. ശിവശൂലാഹ നേരത്തെ പറഞ്ഞ തന്നെയാണ്. വേദത്തെ വിൽക്കുന്നു. ദ്വിജാതയ, ബ്രാഹ്മണര്, വേദം പഠിച്ച് കൈകാര്യം ചെയ്യേണ്ടവര് വേദത്തെ വിൽക്കുന്നു. ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി വേദം മന്ത്രങ്ങളായിട്ട് ഘോഷിക്കേണ്ടവര് അത് വിൽക്കുന്ന അവസ്ഥ. കാമിന്യ കേശശൂലിന്യ, കാമിനികള്, സുന്ദരികള്, സുന്ദരികളായ സ്ത്രീജനങ്ങള്. കേശശൂലിന്യ, തലമുടി വിൽക്കുന്നു. സംഭവന്തി കലാവിഹ, കലിയുഗത്തില് ഇതൊക്കെ സംഭവിക്കുന്നു. ഇനി ഇതിലേക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം, എന്നിട്ട് ഒരുമിച്ച് പറയാം. ഏവം പശ്യൻ കലേഹ ദോഷാൻ, വളരെ ലളിതമാണ് അല്ലെ? ഇപ്രകാരം ഏവം പശ്യൻ, കണ്ടിട്ട്, എന്ത് കണ്ടിട്ട്? കലേഹ ദോഷാൻ, കലേർ ദോഷാൻ, കലിയുഗത്തിലെ ദോഷങ്ങൾ കണ്ടിട്ട്. പര്യടൻ അവനീമഹം, ഈ ഭൂമിയിൽ ഇങ്ങനെ ഞാനിങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സഞ്ചരിച്ചു, പലയിടത്തും സഞ്ചരിച്ചു. യാമുനം തടമാപന്നോ, യാമുനം യമുനാ തടം എന്നർത്ഥം. യാമുനം തടം ആപന്നോ, യാമുനം തടമാപന്നോ എന്ന് പറഞ്ഞാൽ യമുനാ തടത്തിലെത്തിയപ്പോൾ അവിടെ എന്താണ് കാണുന്നത്? എത്ര ലീലാഹരേരഭൂൽ, യമുനാ തടത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ശ്രീഹരിയുടെ ദിവ്യലീലകൾ കൊണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യലീലകൾ കൊണ്ട് പരമപവിത്രമായി തീർന്ന ആ യമുനാ നദിയുടെ തീരത്തേക്ക് ഞാൻ എത്തിച്ചേർന്നു. ഇതാരാണ് പറയുന്നത്? നാരദ മഹർഷി സനകാദി ഋഷീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞത് അട്ടശൂലാ ജനപദാഹ, ജനങ്ങൾക്ക്, ദരിദ്രർക്കൊക്കെ അന്നം ദാനം ചെയ്യേണ്ടതിന് പകരം എന്ത് ചെയ്യുന്നു? കലിയുഗത്തിൽ എന്താ ചെയ്യുന്നത്? അന്നം വിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമിതമായിട്ടുള്ള കാശെടുത്തുകൊണ്ട് അന്നം, ആഹാര സാധനങ്ങൾ വിൽക്കുകയാണ്. ആഹാരം വിൽപ്പനയാണ്, ആഹാരം ദാനം അല്ല. ജനപദാഹ, ജനങ്ങൾക്ക് കൊടുക്കുന്നു, വലിയ അമിതമായിട്ടുള്ള കാശിന് കൊടുക്കുന്നു. പിന്നെ ശിവശൂലാദ്വിജാതയാഹ, ബ്രാഹ്മണര് അല്ലെങ്കിൽ വേദത്തെ പഠിച്ച് അത് ഉപാസനയായി കൊണ്ടു നടക്കുന്നവരൊക്കെ വേദത്തെ വിൽപ്പന നടത്തുന്നു. വേദ വിൽപ്പന ചെയ്യുന്ന അവസ്ഥ, കാശിന് വേണ്ടിയിട്ട് വേദത്തെ വിൽക്കുന്നു. കാമിനികള്, സുന്ദരികള്, കാമിന്യ കേശശൂലിന്യ, കേശം വിൽക്കുന്നു. കേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പൊതുവെ അറിയാം എന്താണ്? തലമുടി വിൽക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോ തലമുടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത? സൗന്ദര്യത്തിന്റെ പ്രതീകമായിട്ടാണ് സുന്ദരികളെ സംബന്ധിച്ച്, കാമിനികളെ സംബന്ധിച്ച് എന്ത് പറയുന്നത്? തലമുടി എന്ന് പറയുന്നത്. അപ്പോൾ അത് വിൽക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സൗന്ദര്യം വിറ്റ് കാശാക്കുക. അപ്പൊ നമുക്കിപ്പോ ഇത്രയും പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ഏവർക്കും മനസ്സിലാകും. ശരിക്കും കേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ശ്രീധരാചാര്യ സ്വാമികളൊക്കെ പറയുന്നത് പ്രകാരം വ്യാഖ്യാനത്തിലൊക്കെ ഭഗം, യോനി എന്നൊക്കെയാണ് അർത്ഥം കേശത്തിന്. അങ്ങനെ അത് വിറ്റ് കാശാക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പെൺ വാണിഭം എന്നല്ല, അതിനെന്താ പറയാ, സാധാരണഗതിയിൽ ഇന്നത്തെ ആ വേശ്യാപ്രവൃത്തിയൊക്കെ അതിൽ പെട്ടതാണ്. അത് കലിയുഗത്തില് അങ്ങനെ വർദ്ധിച്ചു വന്നിട്ടുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലാവിഹ. ഈ കലിയുഗത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കലിയുഗത്തിലെ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് നാരദ മഹർഷി അങ്ങനെ സഞ്ചരിച്ചു. ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അദ്ദേഹം. അപ്പോഴാണ് യമുനാ തടത്തിലെത്തിയത്. എവിടെയായി യമുനാ തടം അറിയണം, നമ്മൾ വളരെ വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഭാഗവത മാഹാത്മ്യം നമ്മൾ തുടങ്ങിയത്. അപ്പൊ കലിയുഗത്തില് ദോഷങ്ങൾ കണ്ട് ഉത്തർപ്രദേശിൽ, ഇന്ന് UP എന്ന് പറയുന്ന ഉത്തർപ്രദേശിലുള്ള കുറച്ചു ഭാഗം രാജസ്ഥാനിലും കൂടിയിട്ടാണ് പടർന്ന് പന്തലിച്ചിരിക്കുന്നതാണ്. ഇന്ന് 2 സംസ്ഥാനങ്ങളിലൂടെ പറയുന്നു എന്നൊക്കെയുള്ളൂ. ശരിക്ക് വ്രജഭൂമി എന്ന് പറയുന്നു. അതാണ് യാമുനം തടം എന്ന് പറയുന്നത്, വ്രജഭൂമിയാണ്. അതിലൊന്നാണ് വൃന്ദാവനം. അവിടെയുള്ള അനേകം കാടുകളിൽ, വനങ്ങളിൽ ഒന്നാണ് വൃന്ദാവനം. അത്രയേ ഉള്ളൂ. അതിശ്രേഷ്ഠമായിട്ടുള്ള സങ്കേതമാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മം കൊണ്ടും വളർച്ച കൊണ്ടും അവിടുത്തെ അത്ഭുതങ്ങളായ ലീലകൾ കൊണ്ടും 10-12 വർഷത്തെ അത്ഭുതങ്ങളായ ലീലകൾ കൊണ്ടും പരമപവിത്രമായി തീർന്നിട്ടുള്ളതാണ് യമുനാ തടം. യമുന എന്ന് പറഞ്ഞാൽ കാളിന്തി. കാളിന്തി കണ്ണന്റെ പ്രിയസഖിയായിട്ടുള്ള കാളിന്തി. ഇവിടെ 4 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് വ്രജരജസ്. വ്രജരജസ് എന്ന് പറഞ്ഞാൽ വ്രജഭൂമിയിലെ പൊടി, മണ്ണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ പ്രത്യേകതയുള്ളത് ഒന്ന് ഇതാണ്. ഒന്ന് വ്രജരജസ്. പിന്നെ ആ ഭൂമിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ആരാണ്? സകലത്തിനും പ്രാപ്തിയുള്ള, നമ്മളെ ഏതൊരു ഉദ്ദേശിച്ച കാര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും സാധിപ്പിക്കുന്ന ഒരു അസാധ്യമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് അവിടെ. അതാണ് രാധാറാണി. ആ രാധാറാണിയോടുകൂടി. അതുകൊണ്ടാണ് ഈ ലോകത്തില് ഇന്ന് രാധേ 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 എന്ന് ഏവരും ഒരുപോലെ വിളിക്കുന്ന ഒരു പുണ്യസങ്കേതമുണ്ടെങ്കിൽ ദ്വാരകയിലൊന്നുമില്ല. അതുണ്ടെങ്കിൽ അത് വ്രജഭൂമിയിലാണ്. ആ വ്രജഭൂമി എന്ന് പറയാൻ കാരണം, നമ്മള് കർണാടക, തമിഴ്നാട് എന്നൊക്കെ, കേരളം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സംസ്ഥാനത്തിന്റെ പേരല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വ്രജഭൂമി എന്നാണ്. അപ്പോ ആ വ്രജഭൂമി എന്നുള്ളത് ഭഗവാന് വേണ്ടിയിട്ട് ഗോലോകത്ത് നിന്ന് അടർത്തി മാറ്റപ്പെട്ടതാണ്. ആ വ്രജഭൂമിയെ കുറിച്ച് ഞാൻ മറ്റൊരു അവസരത്തില് ഗർഗഭാഗവതത്തിലുള്ള സന്ദേശങ്ങളൊക്കെ വെച്ച് മനോഹരമായിട്ടുള്ള ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വ്രജഭൂമിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാഷണം തന്നെ ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും വ്രജഭൂമിയുടെ മഹത്വം എന്താണ്, അവിടെയുള്ള 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന് യമുനാ നദി, വിരജാ നദി, കാളിന്തി നദി, ഇതൊക്കെ വേണമെങ്കിൽ പറയാം. ഗംഗ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം തീർത്ഥത്തിനുള്ളത് യമുനക്കാണ്. ഗംഗാ, യമുന, ഗോദാവരി, സരസ്വതി, ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയുള്ള യമുനാ നദിയോട് കൂടിയിട്ടുള്ള, ആ വ്രജരജസ്സോട് കൂടിയിട്ടുള്ള, ഗോവർദ്ധന പർവ്വതത്തോട് കൂടിയിട്ടുള്ള, രാധാറാണിയോട് കൂടിയിട്ടുള്ള, ഇതാണ് 4 കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരു പുണ്യഭൂമിയിലാണ് ഭഗവാന്റെ സങ്കേതം. ആ മണ്ണിനുള്ള പ്രത്യേകത, ഗോവർദ്ധനത്തിന്റെ പ്രത്യേകത ഒക്കെ മറ്റൊരവസരത്തിൽ അത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുള്ളവർ പറഞ്ഞാൽ മതി, താഴെ എഴുതി കാണിച്ചാൽ മതി. അത് നമുക്ക് ലിങ്കായിട്ടോ അയച്ചു തരാം, കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് മാത്രം. യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ ആ പുണ്യസങ്കേതമായ യമുന തടത്തിലേക്ക്, യമുനാ തടം എന്ന് പറഞ്ഞാൽ അവിടെ യമുന വളഞ്ഞു പുളഞ്ഞു ഒഴുകിക്കൊണ്ട്, ആ ഭാഗത്ത് വ്രജഭൂമിയിൽ തന്നെ പലയിടത്തായിട്ട് ഒരേ ഒരു യമുന ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ചുറ്റി സഞ്ചരിച്ച് ഇങ്ങനെ പോവുകയാണ്. അവിടുന്ന് പോവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളതൊക്കെ യമുനാ തടമായിട്ടാണ് അറിയപ്പെടുന്നത്, വ്രജഭൂമി. അങ്ങനെയുള്ള ആ യമുനാ തടത്തിലേക്ക് നാരദ മഹർഷി എത്തുന്നു. വൃന്ദാവനത്തിലേക്കാണ് എത്തിയതെന്ന് പറയുന്നു. ഏതായാലും അങ്ങനെയുള്ള ആ പുണ്യ സങ്കേതത്തിലെത്തിയപ്പോൾ നാരദ മഹർഷിക്ക് മനസ്സിന് ഒരു മാറ്റം വന്നു എന്നും ഒക്കെയാണ് ഇനി അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, ഈ കഥകളും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ വൃന്ദാവനത്തെ പരിചയപ്പെടുകയാണ്, വ്രജഭൂമിയെ പരിചയപ്പെടുകയാണ്. ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഒന്ന് നമസ്കരിച്ച് ആ മണ്ണിലൊന്ന് വീണുരുണ്ട് ആ വ്രജരജസ് ശരീരത്തിൽ കേൾപ്പിക്കണം എന്നാണ് പറയുന്നത്. അത് ആ മണ്ണാണ് മണ്ണ്.
അപ്പോൾ കലിയുഗത്തിന്റെ ദോഷങ്ങളെ കുറിച്ചാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നാരദ മഹർഷി പലതും കണ്ടു. ഇന്ന് പത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഇന്ന് കാണുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലിയുഗത്തിൽ കാണിച്ചു തന്നു. അതുകൊണ്ട് കലിയുഗം ദോഷങ്ങളുടെ ഒരു കൂമ്പാരമാണ്, നിധിയാണ്. എന്തൊക്കെ എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. ക്ഷമ തൊട്ടുള്ള സൗശീല്യമുള്ളോർക്കെങ്ങും അനാദരം, എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടർക്കെമ്മട്ടിലും ജയം. ചതിവഞ്ചന കൈക്കൂലി കൊലപാതകം ഏഷണി പക തൊട്ടുള്ള പലതും പരന്നോ പാരിലിങ്ങനെ. ക്ഷമ തൊട്ടുള്ള സൗശീല്യം, ക്ഷമ തുടങ്ങിയിട്ടുള്ള നല്ല ഗുണങ്ങളുള്ളവർക്ക് എങ്ങും അനാദരം, എല്ലായിടത്തും അനാദരം ഉള്ള ഒരു കാലഘട്ടം. എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടന്മാർക്ക്, എന്തിനും തയ്യാറായിട്ടുള്ള തോന്നിവാസം ചെയ്യുന്നവർക്ക് എവിടെയും വിജയം. പിന്നെ പറഞ്ഞില്ലേ, ചതി വഞ്ചന കൈക്കൂലി കൊലപാതകം ഏഷണി ഇതൊക്കെ കൊണ്ട് നിറഞ്ഞു പാരിലിങ്ങനെ. കലിയുഗത്തിന്റെ പ്രഭാവം തുടക്കത്തിലുള്ള ഒരു കാര്യം ഒരു ശ്ലോകത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ശ്രദ്ധയോടുകൂടി ഈ ശ്ലോകങ്ങൾ കേട്ട് പഠിക്കുക. നമസ്കാരം.